ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കേണ്ടുന്ന ഒരു ഇലത്തോരനുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മത്തൻ്റെ ഇലയാണ്. മത്തൻ്റെ ഇല നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ കൂമ്പ് മാത്രമായിട്ട് വേണം നമ്മൾ നുള്ളിയെടുക്കാനായിട്ട്. പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ ഇലകളും എടുക്കാം. ഒത്തിരി മൂത്ത ഇല എടുക്കാൻ പാടില്ല. മൂത്ത ഇല എടുക്കുകയാണെങ്കിൽ ഇതുപോലെ പുറകിലത്തെ ഞരമ്പൊക്കെ നമ്മൾ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അതിലും നല്ലത് ഇതുപോലെ ചെറിയ ചെറിയ കൂമ്പിലകൾ എടുക്കുകയാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. മൂത്ത ഇല എടുക്കുകയാണെങ്കിൽ ഇതുപോലെ പുറകിലത്തെ നാരൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇലകൾ എടുക്കാനായിട്ട്. അതിനുശേഷം എല്ലാം നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുക. വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചീര അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. മത്തൻ്റെ ഇല കൂടാതെ നമുക്ക് കുമ്പളത്തിൻ്റെ ഇല എടുക്കാം, വെള്ളരിയുടെ ഇല എടുക്കാം, പിന്നെ ചേമ്പിൻ്റെ ഇല എടുക്കാം. ഇതെല്ലാം നമ്മൾ പത്തിലക്കറിയുടെ കൂട്ടത്തിൽ എടുക്കുന്നതാണ്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കാം. ആവശ്യത്തിന് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പിന്നീട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും, ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് അത് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കല്ലുപ്പായതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ അരയ്ക്കുവാണ്. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. തോരൻ്റെ പരുവത്തിൽ ചതച്ചെടുക്കാം. അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇലയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റ് വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് തോരൻ വെച്ചാൽ മതി. ഇനി അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇലയുടെയും തേങ്ങയുടെയും മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പാത്രം കൊണ്ടിട്ട് നമ്മൾ 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. അധികം നേരം വെക്കേണ്ട, ജസ്റ്റ് ആവി വരാൻ വേണ്ടി മാത്രം ഒന്ന് മൂടി വെച്ചാൽ മതി. നമുക്ക് തുറന്ന് നോക്കാം. 2 മിനിറ്റായി, നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. തോരൻ്റെ അരപ്പ് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ജീരകം ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ജീരകം കൂടി ചേർത്ത് അരയ്ക്കാം. എനിക്ക് ജീരകത്തിന് ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അതിൽ ചേർക്കാതിരുന്നത്. ആദ്യത്തെ ഒരു 2 മിനിറ്റ് മാത്രം നമ്മളിത് മൂടി വെച്ച് വേവിച്ചാൽ മതി. പിന്നീട് തുറന്ന് തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഓക്കെ ആയി. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഉറപ്പായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. ഈ മാസത്തിൽ നമ്മൾ ഇത് കഴിക്കേണ്ട ഒരു തോരനാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.